ഒടുവിൽ ഫ്രാൻസ് ആ തീരുമാനമെടുത്തു. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാൻ ഫ്രാൻസ് ഔദ്യോഗികമായി തന്നെ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. നിരോധിത ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. സംഘടന ആഗോള സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നാണ് ഫ്രാൻസിന്റെ വാദം. പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ 157 പേരാണ് പ്രമേയത്തെ അനുകൂലിച്ചത്, 101 പേർ എതിർത്തു. ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കിയ ഈ പ്രമേയം ഇനി യൂറോപ്യൻ കൗൺസിലിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എങ്ങനെ നോക്കിക്കാണും? ശ്യാം, തീർച്ചയായും ശക്തമായൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. നമുക്കറിയാവുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫ്രാൻസിന് കൃത്യമായ ഒരു നിർദ്ദേശം പല രാജ്യങ്ങളും, ഫ്രാൻസിൻ്റെ അലൈഡ് രാജ്യങ്ങളെല്ലാം തന്നെ കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരുന്നു. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രത്യേകം ഇക്കാര്യത്തിൽ ഇടപെടണമെന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. പാർലമെൻറ്റിൽ ഈ നിയമം പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഈ റെസൊല്യൂഷൻ പ്രമേയം പാസ്സായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമേയത്തെ അനുകൂലിച്ച് 157 MP വോട്ട് ചെയ്തു. 101 പേർ പ്രമേയത്തെ എതിർത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ നിരോധിത ഭീകര സംഘടനകളുടെ പട്ടികയിൽ മുസ്ലിം ബ്രദർഹുഡിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇപ്പോൾ ഈ പ്രമേയത്തിലൂടെ പാസ്സായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കണമെന്നൊരാവശ്യം നേരത്തെ തന്നെ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായൊരു നിർദ്ദേശം ഫ്രാൻസിന് നൽകുന്നു, അല്ലെങ്കിൽ ഒരു നീക്കം അത്തരത്തിലുണ്ടാകണമെന്നൊരാവശ്യം ഫ്രാൻസിനോട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻതോതിലുള്ള ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റു സംവിധാനങ്ങൾ, സിവിലിയൻസിനെതിരെ തന്നെ ശക്തമായ ആക്രമണം നടത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സംവിധാനമാണ് മുസ്ലിം ബ്രദർഹുഡ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും, സുഡാനാകട്ടെ അതുപോലെ തന്നെ മറ്റു പല നൈജീരിയയിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ ഇടപെടലിന് പിന്നിൽ മുസ്ലിം ബ്രദർഹുഡാണ് എന്ന് കൃത്യമായൊരു നിഗമനത്തിലെത്തിയിരുന്നു. അതുപോലെ തന്നെ ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വൻതോതിൽ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭീകര സ്വഭാവമുള്ള സംഘടനകൾ പലതരത്തിൽ വേരൂന്നി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇതിനെ നിരോധിക്കണം, അല്ലെങ്കിൽ നിരോധിത ഭീകര സംഘടനകളുടെ പട്ടികയിൽ മുസ്ലിം ബ്രദർഹുഡിനെ ഉൾപ്പെടുത്തണമെന്ന് ഫ്രഞ്ച് ഗവൺമെൻറ് ഇപ്പോൾ ഫ്രഞ്ച് പാർലമെൻറ്റ് ഇപ്പോൾ ഈ നിലപാട് പാസ്സാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രമേയമായി നിലപാട് പാസ്സാക്കിയിരിക്കുന്നത്. 157 പേർ അംഗീകരിക്കുകയും 101 പേർ എതിർക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ കൃത്യമായൊരു നീക്കം ഇതിനെതിരെ ഉണ്ടായിരിക്കുന്നു ഫ്രാൻസിലെ ജനങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന, ആഗോളതലത്തിലെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് വരെ ഭീഷണിയാകുന്ന ഒരു സ്വഭാവമുള്ള സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന നേരത്തെ തന്നെ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ അവർ ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിർണായക തീരുമാനം യൂറോപ്യൻ യൂണിയൻ രാജ്യമായ, പ്രത്യേകിച്ച് ഫ്രാൻസ് പോലുള്ള രാജ്യം വളരെ കൃത്യമായ നിലപാട് എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഫ്രാൻസിലും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. അത് ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ ഭാഗം തന്നെയാണ്. ഇതിനെല്ലാം തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡ് എന്ന ഒരു ആശയമാണ്. ആ ആശയത്തിൻ്റെ പിന്തുണയ്ക്കുന്ന ഒരു ഭീകര സ്വഭാവമുള്ള, ആഗോള വ്യാപകമായി നിലനിൽക്കുന്ന IS ഒക്കെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തെ അടിയന്തരമായി നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിഗമനത്തിലെത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഫ്രഞ്ച് പാർലമെന്റിൽ ഈ തീരുമാനം പാസ്സായിരിക്കുന്നത്. ശ്യാം. യെസ്, ഐസൻ ജോസാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്.